ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വിഷു അടുത്തെത്തിക്കഴിഞ്ഞു. എല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിലും ഒപ്പം തന്നെ സന്തോഷത്തിലുമായിരിക്കും. ഇപ്രാവശ്യത്തെ വിഷു വരുന്നത് ഏപ്രിൽ 15 മേടം 2 ബുധനാഴ്ചയാണ്. സാധാരണ മേടം 1-നാണ് വരുന്നത്. ഇപ്രാവശ്യം മേടം 1-ാം തീയതി രാവിലെ 9:32-നാണ് മേടസംക്രമണം. അതുകൊണ്ട് മേടം 2-ാം തീയതി വിഷുവായിട്ട് ആഘോഷിക്കുന്നു. അതിൻ്റെ ചിട്ടകളും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും പറയുന്നു, വിഷുവിന് മുമ്പ് തന്നെ നമ്മുടെ ഗൃഹം വൃത്തിയായി ശുദ്ധമായി സൂക്ഷിക്കുക. വിഷുക്കണി ഒരുക്കുന്ന ഇടം എവിടെയായാലും അവിടെ പവിത്രമാക്കുക. ഭഗവാന്റെ വിഗ്രഹം ഉള്ളവർ അത് തുടച്ച് വൃത്തിയാക്കി ഭഗവാന് മഞ്ഞപ്പട്ട് ചാർത്താം, മാല കെട്ടിയിടാം. വിഗ്രഹമില്ലാത്തവർ ഫോട്ടോയുണ്ടെങ്കിൽ ഫോട്ടോയിൽ മാല ചാർത്താം. പിന്നെ വിഷുക്കണി ഒരുക്കാം. എങ്ങനെയാണ് നമ്മൾ ഒരുക്കുന്നത് അതുപോലെ തന്നെ ഉരുളിയുള്ളവർ ഉരുളിയിലോ, ഇല്ലാത്തവർ വലിയ പ്ലേറ്റിലോ മറ്റോ അരി, വെള്ളരിക്ക, മാങ്ങ, ചക്ക, ഫ്രൂട്ട്സ് എന്തൊക്കെയുണ്ടോ അതൊക്കെയാകാം. ഒരു പടലപ്പഴം, തേങ്ങ, വാൽക്കണ്ണാടി, കൊന്നപ്പൂവ്, പിന്നെ വിളക്ക് 5 തിരിയിട്ട് കൊളുത്തിയാൽ അത്യുത്തമമാണ്. ഗ്രന്ഥം, അലക്കിയ വസ്ത്രം, അതിനു മുകളിൽ വെറ്റില, പാക്ക്, കുങ്കുമം, നാണയങ്ങൾ ഒക്കെയാകാം. എങ്ങനെയൊക്കെ നമുക്ക് സംതൃപ്തി കിട്ടുന്ന രീതിയിലൊക്കെ ഭഗവാനെ ഒരുക്കാം. കണിയൊരുക്കം ഒക്കെ ചെയ്യാം. പിന്നെ ചിലയിടങ്ങളിൽ തേങ്ങ പൊട്ടിച്ച് 2 മുറിയാക്കി വെച്ച് അതിൽ നാണയം ഇട്ട് വയ്ക്കാറുണ്ട്. എന്തായാലും എല്ലാവരും ഐശ്വര്യമായി തന്നെ വിഷുക്കണി ഒരുക്കുക. തലേ ദിവസം രാത്രിയിൽ എല്ലാം ഒരുക്കി വെച്ച് രാവിലെ എഴുന്നേറ്റ് മുതിർന്നവർ പോയി വിളക്ക് കൊളുത്തി കണി കണ്ടിട്ട് ബാക്കിയുള്ളവരെ കണി കാണിക്കുക. വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിഷു കൈനീട്ടം. അത് നമുക്ക് ആദ്യം കിട്ടുന്ന തുക ആരുടെ കയ്യിൽ നിന്നായാലും ആദ്യം നമ്മുടെ കയ്യിൽ വരുന്ന ആ നാണയം അത് ഒരു വർഷം മുഴുവനും സൂക്ഷിച്ചു വയ്ക്കാം. അത് പവിത്രമായി തന്നെ വയ്ക്കാം. അതിന് വലിയ പ്രാധാന്യമുണ്ട്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തർക്കും എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.